കടന്നു വരിക. Gospel of St. Luke chapter 15 verses 17 and 18. ലൂക്കോസ് വിശേഷം 15-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ലൂക്കോസ് വിശേഷം 15-ാം അധ്യായം 17-18. പുതിയൊരു സീരീസ് ഇന്ന് പകൽ നമ്മൾ ആരംഭിക്കുന്നു. The Father Heart of God. The Father Heart of God. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പിതൃത്വ ഹൃദയം. ദ ഫാദർ ഹാർട്ട് ഓഫ് ഗാഡ്. ലൂക്കോസ് വിശേഷം 15-ാം അധ്യായം 17-18 ശബ്ദമുയർത്തി വായിക്കാമോ? അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് മതി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. ഞാൻ പോരാ, ശബ്ദമുയർത്തി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന്. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പറയോ. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. ലെറ്റ് us go to the Father's house. അതാണ് ഫാദർ ഹാർട്ട് ഓഫ് ഗാഡ്. ദൈവം എന്ന പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ഒന്നാമത്തെ ദൂതതാണ് അപ്പൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പൻ്റെ വീട്ടിൽ പോകാതെ അപ്പനെ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൻ്റെ വീട്ടിൽ പോകാതെ അപ്പനെ കാണാതെ അപ്പൻ എങ്ങനെയുള്ളവനെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വാ, അപ്പൻ്റെ വീട്ടിൽ പോകാം. പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് പകൽക്കാലം അപ്പൻ്റെ വീടിൻ്റെ പരിസരവും അകവും നമുക്ക് കാണിച്ചു തരട്ടെ. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു ദേശത്തിൽ ഉന്നതനായ ഒരു പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു തറവാട് ഉള്ളപ്പോൾ, പല തട്ടിൽപ്പെട്ടതായ പല ജോലിക്കാർ, പല വേലക്കാർ, പല സെർവൻസ് ആ സ്ഥാനത്ത് അവിടെയുണ്ട്. പല സന്ദർഭത്തിൽ നമുക്ക് പറ്റുന്നതായ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ പലപ്പോഴും പലതും കണ്ട് പലരെയും കണ്ട് സ്റ്റക്കായി പോകാറുണ്ട്. സ്തോത്രം. അപ്പൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ, അല്ലെങ്കിൽ അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത് സുഗമമല്ല. ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ പല സ്ലിപ്പറീസ് ഉണ്ട്, പല ഹേർഡിൽസ് ഉണ്ട്, പല തടസ്സങ്ങളുണ്ട്. നീ വഴുതി മാറത്തക്കതായ പല സാഹചര്യങ്ങളുണ്ട്. നീ ദൈവത്തോട്, കർത്താവിനോട് അടുക്കുന്നത് ഒരിക്കലും പിശാചിന് ഇഷ്ടമുള്ള കാര്യമല്ല. നിനക്ക് തൂക്കം വരും, നിനക്ക് മയക്കം വരും, നിന്റെ TV ഓണാകും, നിന്റെ സ്തോത്രം അതെ ന്യൂസ് പേപ്പർ നന്നായി വിടരും, അതെ പല ഗസ്റ്റുകൾ പല ഗസ്റ്റുകൾ നിന്റെ വീട്ടിൽ വരും, നിന്റെ ഫോൺ വല്ലാതെ ഇങ്ങനെ ശബ്ദിച്ചിട്ടിരിക്കും. ഇങ്ങനെയുള്ള ഈ വൈതരണികളും ഈ തടസ്സങ്ങളെല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ കൃപയിൽ നിന്ന് കൃപയിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, മഹത്വത്തിൻ്റെ മഹത്വത്തിലേക്ക്, അപ്പൻ്റെ വീട്ടിലേക്ക്, അപ്പൻ്റെ അടുക്കലേക്ക് നിനക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. സോ അപ്പൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ മക്കളാണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞ് ഞാൻ മകനാണ്, മകളാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ. മകനാണ്. മോത്തോക്കി പറ, വാത്തോടൊന്ന് പറ. ഞാൻ മകനാണ്, ഞാൻ മകനാണ്. പറഞ്ഞ് ശരിയായിരിക്കും. ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ. ഒരിക്കൽ കൂടെ അതേ വ്യക്തിയെ നോക്കി പറ, ഞാൻ മകനാണ്. പെട്ടെന്ന് പറ. ഞാൻ മകനാണ്, ഞാൻ മകനാണ്. ഞാൻ വേലക്കാരനല്ല. ഞാൻ പിന്നെ ആരാണ്? ഞാൻ മകനാണ്. പക്ഷെ ആ പ്രയോറിറ്റിയിൽ, ആ ക്രെഡിബിലിറ്റിയിൽ നീ എത്തിച്ചേർന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. ചെങ്ങന്നൂർ ബ്ലസ്സൻ എന്ന് പേരുള്ളതായി ഒരു TTI ഉണ്ട്, ഒരു TTR ഉണ്ട്. സ്തോത്രം. TTI ആണോ TTR ആണോ? TTE ആണ്. ഓക്കെ, എക്സാമിനറാണ്. സ്തോത്രം. TTE ആണ്. സോ ആ ബ്ലസ്സൻ, സ്തോത്രം അതെ, ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആ കമ്പാർട്ട്മെൻ്റ് പുള്ളിക്ക് എന്നെ അറിയാം, അസംബ്ലി വിശ്വാസിയാകും. അദ്ദേഹം പറഞ്ഞു, നോക്ക് ഈ അപ്പച്ചനുണ്ടല്ലോ, മോൻ അയച്ചു കൊടുത്തത് സെക്കൻഡ് AC-യുടെ ടിക്കറ്റാണ്, സെക്കൻഡ് AC-യുടെ ടിക്കറ്റാണ്. പുള്ളി ആ സെക്കൻഡ് മാത്രമേ കണ്ടുള്ളൂ. സെക്കൻഡ് AC-യുടെ ടിക്കറ്റ് മോൻ അയച്ചു കൊടുത്തിട്ട് പുള്ളി ചെന്നിരുന്നത് സെക്കൻഡ് സ്ലീപ്പറിലാണ് പുള്ളി ചെന്നിരുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനമാകുന്ന ആ വലിയ നിക്ഷേപത്തിനകത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ നന്മകൾ, അധികാരങ്ങൾ, അവകാശങ്ങൾ, അതിൻ്റെ ഹെറിറ്റേജ് ഇന്നതെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ വല്ലയിടത്തും ചെന്നിരിക്കും. കിട്ടേണ്ടത് കിട്ടത്തുമില്ല, പ്രാപിക്കേണ്ടത് പ്രാപിപ്പാനും കഴിയത്തില്ല. അതുകൊണ്ട് നീയും ഞാൻ വീട്ടിൻ്റെ പുറത്തല്ല നിന്ന് കറങ്ങേണ്ടത്,
വീട്ടിൻ്റെ അടുത്ത് അപ്പച്ചൻ്റെ സിംഹാസനത്തോട് ചേർന്ന് ഏറ്റവും മക്കളായി വസിപ്പാൻ ഈ തലമുറയിൽ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അപ്പൻ്റെ വീട്ടിൻ്റെ ക്യാമ്പസിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ സ്തോത്രം, എൻ്റെ വേലക്കാരുടെ ശ്രേണിയിൽ, അത് നീണ്ട ഒരു നിരയാണ്, വേലക്കാരുടെ ശ്രേണിയിൽ തിരുവചന പ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് ആദ്യം കാണുന്നത് സ്ലേവ്സ്, അടിമകളാണ്. ഒന്നാമത് അടിമകളാണ് അവിടെയുള്ളത്. ആ വീട്ടിൽ അടിമകളാണുള്ളത്. തിരുവചനം പറയുന്നു, ആവർത്തന പുസ്തകം 15:17 വായിക്കുമ്പോൾ ആ അടിമ ആ ഭവനത്തിൽ ഇതാ ജോലി ചെയ്യുകയാണ്. അടിമ ജോലി ചെയ്യുമ്പോൾ തൻ്റെ യജമാനൻ നല്ലവനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, തൻ്റെ യജമാനൻ തൻ്റെ നന്മകളെ ഊറ്റി എടുക്കുന്നവനല്ല, പകരം തൻ്റെ യജമാനൻ നല്ലവനാണ് എന്ന് കണ്ടാൽ ആ അടിമയുണ്ടല്ലോ, അവനെ റിലീസ് ചെയ്താലും അവനെ സ്വതന്ത്രമാക്കിയാലും അവൻ പോകത്തില്ല. ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെ എല്ലാ സിനിമാ തിയേറ്ററിലും നല്ല സിനിമകളുണ്ട്. ടി വിയിലാണെങ്കിൽ പറയാൻ വേണ്ട, നിറയെ പ്രോഗ്രാമുണ്ട്. വരാൻ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, ചെല്ലാൻ ഒത്തിരി അതേ ബന്ധുക്കളുണ്ട്. അവിടെ എങ്ങും പോകാതെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ, അവൻ്റെ സന്നിധിയിലുള്ള സന്തോഷ പരിപൂർണതയും അവൻ്റെ വലതുഭാഗത്തുള്ളതായ പ്രമോദവും പ്രാപിപ്പാൻ വേണ്ടി വന്നെങ്കിൽ അർത്ഥം വേറെ ആർക്കും തരാൻ കഴിയാത്തത്, വേറെ ഒന്നും തരാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ളത് കൊണ്ടാണ്. യെസ്, ഇന്ന് ആദ്യമായി വന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യമായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മദ്യത്തിന്, മദിരാക്ഷിക്ക്, പബ്ബിന്, ബാറിന്, ഗേൾ ഫ്രണ്ടിന്, ബോയ് ഫ്രണ്ടിന്, മനുഷ്യർക്ക് ആർക്കും തരുവാൻ കഴിയാത്തത് എവിടെയുണ്ട്? യേശുവിൻ്റെ സന്നിധിയിൽ ഉണ്ട്. സ്തോത്രം. പ്രയർ മീറ്റിങ്ങിന് വാ, പ്രാർത്ഥിക്കാൻ വാ, സ്തോത്രം, സ്നാനപ്പെട്, ദൈവകൃപയിൽ ആശ്രയിക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഒത്തിരി ബഹളം വയ്ക്കും. ആദ്യം പറയും എന്നെ കിട്ടത്തില്ല, ഈ ബഹളക്കാരുടെ കൂട്ടത്തിൽ ഞാൻ വരത്തില്ല. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ, ഇതിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ പിന്നെ വിട്ടു പോകത്തില്ല. തിരുവചനം അങ്ങനെ പറയുന്നു. ഒരു മൃഗത്തിൻ്റെ സ്തോത്രം സ്റ്റോറി അങ്ങനെയാണ്. എൻ്റെ പേരാണ് കഴുത. അയ്യോ, നല്ലൊരു ഞായറാഴ്ചയായി, എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി കഴുതയെന്ന് വിളിച്ചെന്നാരും പറയല്ലേ. കഴുതയുടെ സ്റ്റോറി ഇതാണ്. കഴുതയെ എവിടെ കെട്ടാന്നറിയോ? കഴുതയെ ഒരു മരത്തിൻ്റെ ചുവട്ടിലും കഴുതയെ കെട്ടാൻ പറ്റത്തില്ല. കഴുതയെ ഏതേലും മരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ടാൽ കഴുത തൻ്റെ രാഗം പുറപ്പെടുവിക്കും. കഴുത തൻ്റെ പാട്ട് പാടി തുടങ്ങിയാൽ ആ പഞ്ചായത്തിലുള്ള ആർക്കും പിന്നെ ഉറങ്ങാൻ കഴിയത്തില്ല. എന്നാൽ തിരുവചനം പറയുന്നു, മുന്തിരിയുടെ ചുവട്ടിൽ കഴുതയെ കെട്ടാം. മുന്തിരി വള്ളിയാണ്, ആ വള്ളികൾ ഇങ്ങനെ താണു കിടക്കും. ആ മുന്തിരിയുടെ ചുവട്ടിൽ മുന്തിരിയുടെ ഫലം കിടക്കും. ആ താണു കിടക്കുന്ന ചില്ലകളും നിലത്ത് കിടക്കുന്ന ഫലവും നന്നായി കുറച്ചു നേരം വിളിക്കും. പക്ഷെ വിളിച്ച് തൊണ്ടയിലെ വെള്ളം വെറ്റുമ്പോൾ പതിയൊന്ന് നക്കി തിന്നും. അതിൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ, ഏതിൻ്റെ? മുന്തിരിയുടെ ടേസ്റ്റ് കിട്ടുമ്പോൾ, ഞാൻ വീട് പറയുന്നു, മുന്തിരിയുടെ ടേസ്റ്റ് കിട്ടുമ്പോൾ അവൻ്റെ വിളി നിൽക്കുമെന്ന് മാത്രമല്ല, പിന്നെ നിങ്ങൾ പോയി അഴിച്ചു വിട്ടാൽ അവൻ പറയും ഇവിടെ നിന്ന് ഞാൻ പോകത്തില്ല. കാരണം എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന സസ്യങ്ങളുടെ കീഴിൽ, മരങ്ങളുടെ ചുവട്ടിൽ എനിക്ക് കിട്ടാത്തത് മുന്തിരിയുടെ ചുവട്ടുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിനക്കൊരു യജമാനനുണ്ട്. അവൻ ലോകത്തിലെ ബാക്കി ആരെക്കാളും എന്തിനേക്കാളും ഒത്തിരി നല്ലവനാണ്. സ്വയം അടിമയായവനുണ്ടല്ലോ, യജമാനൻ പറയണം ഞാൻ നിന്നെ റിലീസ് ചെയ്യാണ്, യു മേ ഗോ, നിനക്ക് കടന്നു പോവാം, നിനക്ക് പൊക്കോ, നീ പൊക്കോ എന്ന് പറഞ്ഞാലും അവൻ പറയും ഞാൻ പോകത്തില്ല. പക്ഷെ അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ആവർത്തനം 15:17, അപ്പോഴെന്ത് ചെയ്യണം? ചെവിയിൽ ഒരു ദ്വാരമുണ്ടാക്കണം. ഇസ്രായേൽ സമൂഹത്തിൽ ചെവിയിൽ ദ്വാരമായി ആരെയും നടക്കുന്ന കണ്ടാൽ, ഞാൻ ഈ സഹോദരിമാരെ കാര്യമല്ല പറഞ്ഞത്, ചെവിയിൽ ദ്വാരം എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്ത് ആരെയും ചെവിയിൽ ദ്വാരമായി നടക്കുന്നത് കണ്ടാൽ ഉടനെ മനസ്സിലാക്കണം, യെസ്, ഇവൻ നല്ല യജമാനനാണ്. ഇന്ന് പകൽക്കാലം തിരുവനന്തപുരത്ത് ആരും ചെവിയിലും ദ്വാരമായി നടക്കുന്നില്ല. പകരം ഒരുവനെ എനിക്കറിയാം, അവൻ്റെ കയ്യിലും കാലിനും ദ്വാരവുമായി അവൻ നടക്കുന്നു. അവനൊത്തിരി നല്ലവനാണ്, അവനൊത്തിരി നല്ലവനാണ്.
രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, യേശുവേ നീ നല്ലവനാണ്. വൺ മോർ ടൈം പറഞ്ഞേ, ഒന്ന് നന്നായിട്ട് പറഞ്ഞാട്ടെ. സോ അതുകൊണ്ട് ആ അടിമയെ റിലീസ് ചെയ്താലും അവൻ പോകത്തില്ല. ആ അടിമ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി കാണുന്നതാണ് ഹയർ സെർവൻറ്റ്, ഹയർ ചെയ്യുന്നതായ കൂലിക്കാർ, വാടകയ്ക്കെടുക്കുന്ന കൂലിക്കാർ. കൂലിക്കാർ രണ്ട് വിധം. ഒന്ന്, സ്തോത്രം, എക്സ്ട്രാ ജോലി വരുമ്പോൾ ആ വീട്ടിനകത്ത് ഒരു 30 ജോലിക്കാരുണ്ടെന്ന് വെച്ചോ, എല്ലാ കാറ്റഗറിയിലും പെട്ട 30 പേര്, 30 ആരും സ്തോത്രം പറയുന്നില്ല, ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, 50 ജോലിക്കാരുണ്ടെന്ന് വെച്ചോ. കണ്ടോ, എന്നിട്ട് മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം, ഒരു 50 ജോലിക്കാരുണ്ടെന്ന് വെച്ചോ. പക്ഷേ സ്തോത്രം, വല്ല കൊയ്ത്ത് വരുമ്പോൾ, ഫലശേഖരണം വരുമ്പോൾ, സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ ഈ 50 പേരെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എക്സ്ട്രാ ജോലിക്കാരെ എടുക്കും. സ്തോത്രം, അതാണ് ഹയർ ചെയ്യുന്ന ജോലിക്കാർ. ഈ മുടിയമ്പുത്രൻ പറഞ്ഞത് അതാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിലെ കൂലിക്കാരെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരം ജോലി ചെയ്യുന്നവരുടെ കാര്യമല്ല. വല്ലപ്പോഴും സ്തോത്രം, വല്ല കൊയ്ത്തിനോ വല്ല ഫലശേഖരണത്തിനോ ഒക്കെ വരുന്ന കൂലിക്കാർ പോലും എൻ്റെ അപ്പൻ്റെ വീട്ടിൽ തിന്ന് അവർ തൃപ്തിപ്പെടുന്നു എന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി ആ പോയിന്റിൽ പറയട്ടെ, വല്ലപ്പോഴും ചെയ്യുന്ന ജോലിയല്ല ക്രിസ്തീയ ജീവിതം. ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ് ക്രിസ്തീയ ജീവിതം. അപ്പോഴേ ബ്രദറെ, എൻ്റെ ഡയറി ഒഴിഞ്ഞതാണ്, എൻ്റെ പ്രസംഗം കേൾക്കാൻ ആരും വന്നിട്ടില്ലേ, എൻ്റെ ദൂത് കേൾക്കാൻ എൻ്റെ അടുത്ത് ആരും വരുന്നില്ലേ? വേണ്ട. സ്തോത്രം, ആരും നിനക്ക് വേണ്ടി പുത്തിരി കണ്ട ബുക്ക് ചെയ്യണ്ട, ചന്ദ്രശേഖര സ്റ്റേഡിയം ആരും നിനക്ക് വേണ്ടി വാടകയ്ക്ക് എടുക്കണ്ട. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ നീ സൈഡിൽ നോക്കിയല്ല യഥാർത്ഥ ശുശ്രൂഷ ചെയ്യുന്നത്. മനുഷ്യർക്കല്ല യഥാർത്ഥ ശുശ്രൂഷ, കർത്താവിന് ചെയ്യുന്നതാണ് യഥാർത്ഥ ശുശ്രൂഷ. ശുശ്രൂഷ രണ്ട് തരം, ministering to people and ministering to God. Let me tell you very clearly and profoundly. ഒന്നാമതായി മനസ്സിലാക്കുക, ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്നവനെ മാത്രമേ മനുഷ്യനെ ശുശ്രൂഷ ചെയ്ത് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്തണം. വലത് കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, ആദ്യം ശുശ്രൂഷ ദൈവത്തിന്. ശബ്ദം ഉയർത്തി പറയണം, മൂക്കിലെ ഈച്ച പോലും പോയില്ല, വായി തുറന്ന് പറഞ്ഞാട്ടെ, ആദ്യം ശുശ്രൂഷ ദൈവത്തിന്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, they were ministering to the Lord. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തിരുന്നു. അവർ കർത്താവിന്, ആദിമ സഭ ശൗലും ബർന്നബാസും ഉൾപ്പെടെയുള്ളവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തിരുന്നു. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്ത് അവനെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ട് അവരിലൂടെ ലോകരാജ്യങ്ങൾ തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് വല്ലപ്പോഴുമല്ല ശുശ്രൂഷ, നിരന്തരമാണ് ശുശ്രൂഷ. നിരന്തരമായ വാക്ക് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. മറ്റൊരർത്ഥം എവരിഡേ മിനിസ്ട്രി. ദിസ് ഈസ് നോട്ട് എ സൺഡേ മിനിസ്ട്രി. ചിലർ പറയും, അവർ വിളിക്കുമ്പോൾ മാത്രം ഞാൻ പ്രസംഗിക്കും, അല്ലെങ്കിൽ അവരെനിക്ക് അവസരം തരുമ്പോൾ മാത്രമേ ഞാൻ ശുശ്രൂഷിക്കും. ക്രൈസ്റ്റ് സെന്റർ ദൈവത്തിൻ്റെ ജനം പറയണം, ഞാനാകട്ടെ വേറൊരുത്തരാകട്ടെ, നിങ്ങൾക്ക് അവസരം തന്നാലും ഇല്ലെങ്കിലും ശരി, നിനക്ക് എന്നും ശുശ്രൂഷയാണ്, എപ്പോഴും ശുശ്രൂഷയാണ്. സമാഗമന കൂടാരത്തിലെ മിനോറ, കാൻഡിൽ സ്റ്റിക്ക് അറിയാലോ, നിലവിളക്ക്. ആ നിലവിളക്ക് നിന്റെ സാക്ഷ്യത്തെയാണ് കുറിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, സമാഗമന കൂടാരത്തിൽ നിന്ന് കത്തുന്നതായ കാൻഡിൽ സ്റ്റിക്ക്, സ്തോത്രം, നിലവിളക്ക് നിന്റെ സാക്ഷ്യത്തെയാണ് കുറിക്കുന്നത്. കാൻഡിൽ സ്റ്റിക്ക്, നിലവിളക്ക്, നീ ഞായറാഴ്ച മാത്രമാണോ കത്തുന്നേ? അല്ല, എനിക്ക് അണയാൻ നേരമേ ഇല്ല. ഒരിക്കൽ ഞാൻ ജ്വലിച്ചാൽ എൻ്റെ ജ്വലനം തുടർന്നു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ സാക്ഷി പറഞ്ഞു തുടങ്ങിയ, പ്രവചിച്ചു തുടങ്ങിയ, പ്രസംഗിച്ചു തുടങ്ങിയാൽ പിന്നെ ആ ഒഴുക്ക് അവസാന ശ്വാസം വരെ ദൈവത്തിൻ്റെ കൃപയാൽ തുടർന്നു കൊണ്ടിരിക്കട്ടെ. രണ്ടുപേരെ തൊട്ട് പറ, നിർത്താൻ അവകാശം ഇല്ല. നിർത്താൻ അവകാശമില്ല. അപ്പൻ്റെ വീട്ടിൽ വല്ലപ്പോഴും ചെയ്യുന്ന പുള്ളികളുണ്ടല്ലോ, വീട്ടിൻ്റെ വെളിയിൽ കിടക്കത്തേ ഉള്ളൂ. വന്നും പോകുന്നതായ ഹയർ ചെയ്യുന്ന കൂലിക്കാർ. മൂന്നാമത്, അവിടെ മൂന്നാമത്തെ പാർട്ടികളുണ്ട്. അവരുടെ പേരാണ് അവിടെ തന്നെയുള്ള കൂലിക്കാർ. അവിടെ തന്നെയുള്ള കൂലിക്കാർ. സ്തോത്രം, അവിടെ തന്നെയുള്ള കൂലിക്കാരുടെ പ്രത്യേകത എന്താണ്? അവർ വീടിന് പുറത്തുള്ള ജോലികളാണ് ചെയ്യുന്നത്. അടിമയാണോ
അടിമയ്ക്ക് ശമ്പളമില്ല. എഴുതിയെടുക്ക്, അടിമയ്ക്ക് വേതനം ഇല്ല. അടിമയാണ്. അടിമയ്ക്ക് ആഹാരം മാത്രമേ ഉള്ളൂ. അല്ലാതെ അടിമയ്ക്ക് ഷെൽട്ടർ, കയറി കിടക്കാൻ ഇടം കൊടുക്കത്തില്ല. സ്തോത്രം. അതെ, വേതനം ശമ്പളവുമില്ല. പക്ഷെ കൂലിക്കാരൻ അങ്ങനെയല്ല. കൂലിക്കാരന് കൂലിയുണ്ട്. എല്ലാവരും പറഞ്ഞാട്ടെ, കൂലി. ഓ കമോൺ, സൂചി എന്നല്ല മക്കളെ, ശബ്ദം ഉയർത്തി പറ, കൂലി. യെസ്, കൂലിക്കാരൻ എന്തുകൊണ്ട്? കൂലിയുണ്ട്. സോ അവിടെ ഉള്ളതായ ആ കൂലിക്കാരന് കൂലിയുണ്ട്. അടിമയ്ക്ക് ആഹാരമുണ്ട്, കൂലിക്കാരനും ആഹാരവുമുണ്ട്, കൂലിയുമുണ്ട്. പക്ഷേ ആ കൂലിക്കാരൻ വീട്ടിനകത്ത് കയറത്തില്ല. അല്ലെങ്കിൽ വളരെ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ, സ്തോത്രം, അത്യപൂർവമായി മാത്രം കൂലിക്കാരൻ വീട്ടിനകത്ത് ഒന്ന് കയറിയെങ്കിലായി, സ്തോത്രം, അവൻ വീടിന് പുറത്താണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, കേൾക്കണമേ മക്കളെ, നീ കൂലിക്കാരൻ അല്ല, നീ കൂലിക്കാരിയും അല്ല. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ആരെയും ദൈവം കൂലിക്കാരായി വിളിച്ചിട്ടേ ഇല്ല. ഞാൻ ഇന്ന് പകൽ ഉറങ്ങാതെ ജയ്പൂരിൽ നിന്ന്, സ്തോത്രം, അതെ, കടന്നു വന്നത് നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഓർഡറുമായിട്ടാണ്. വീട്ടിന് പുറത്ത് കിടക്കുന്നതെല്ലാം വീട്ടിനകത്ത് കയറട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. സോ 3 കാറ്റഗറി ഞാൻ പറഞ്ഞു. 1 സ്തോത്രം അടിമകൾ, 2 ഹയർ ചെയ്യുന്ന കൂലിക്കാർ, 3 ആ വീട്ടിലെ കൂലിക്കാർ. നമ്പർ 4 നാലാമത്തതാണ് ദാസന്മാർ. അവർ ആണുങ്ങളുമുണ്ട്, സ്ത്രീകളുമുണ്ട്. അവർ പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. ദാസന്മാർ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദാസന്മാർ. ഒരിക്കൽ കൂടെ, ദാസന്മാർ. കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാവരും വിജയകുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരും കരങ്ങൾ ഉയർത്തിയ കർത്താവിൻ്റെ ദാസിമാരെല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൈ ഉയർത്താനോ ഉയർത്താതിരിക്കാനോ പറ്റും. സ്തോത്രം. പൗലോസ് പറയുന്നു, ക്രിസ്തു യേശുവിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ ദാസനാണ്. എങ്ങനെയാ ദൈവത്തിൻ്റെ ദാസനാകുന്നത്? എങ്ങനെയാ ഒരു ദൈവദാസനാകുന്നത്? സ്തോത്രം. സ്ഥിരം വിൽഫ്രഡ് ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ നിന്റെ ദാസനെ. യെസ്, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്. എങ്ങനെയാ ദൈവത്തിൻ്റെ ദാസനാകുന്നത്? കേക്ക്, ദൈവത്തിൻ്റെ ദാസനാകുന്നത് ഈ ദൈവത്തിൻ്റെ വചനം ചുമക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വചനം ചുമക്കുന്നവൻ ആരാണോ അവൻ ദൈവത്തിൻ്റെ ദാസനാണ്, അവൾ ദൈവത്തിൻ്റെ ദാസിയാണ്. ദൈവത്തിൻ്റെ വചനം ചിലപ്പോൾ പറയാനായിരിക്കും ചുമക്കുന്നത്, പാടാനായിരിക്കും ചുമക്കുന്നത്. സ്തോത്രം. അവരാരാണ്? അവർ ദൈവത്തിൻ്റെ ദാസനാണ്. സെൽ മീറ്റിംഗ് ആകട്ടെ, സ്തോത്രം, യൂത്ത് മീറ്റിംഗ് ആകട്ടെ, സൺഡേ സ്കൂൾ ആകട്ടെ, മറ്റു തര പ്രോഗ്രാമുകളിൽ തിരുവചനം 2 പേരോട് അല്ലെങ്കിൽ 10,000 പേരോട് ദൈവവചനം പറയുന്ന ആരാണെങ്കിലും സ്വർഗം അവനെ നോക്കി പറയുന്നത് ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി തന്നെയാണ്. സോ അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ളതായ സകലരും ദൈവത്തിൻ്റെ ദാസന്മാർ തന്നെയായിരുന്നു. പക്ഷേ പ്രോബ്ലം ഇതാണ്, നമ്മൾ ദാസ്യത്വത്തിൻ്റെ ആത്മാവിലല്ല ജീവിക്കേണ്ടത്. ഒരിക്കൽ കൂടെ, ദാസ്യത്വത്തിൻ്റെ ആത്മാവിലല്ല ജീവിക്കേണ്ടത്. പിന്നെ എങ്ങനെയാ ജീവിക്കേണ്ടത്? Come on, I'm teaching you. ദാസ്യത്വത്തിൻ്റെ ആത്മാവിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ്? പുത്രത്വത്തിൻ്റെ ആത്മാവിലാണ് ജീവിക്കേണ്ടതെന്ന് റോമർ 8:11 പറയുന്നു. ക്യാപിറ്റൽ ലെറ്റർ എഴുതിയെടുക്കുക. റോമർ 8:11 പറയുന്നു, we are led not by the spirit of servantship but rather than sonship. നമ്മൾ സ്തോത്രം, അതെ, ദാസത്വത്തിൻ്റെ ആത്മാവിലല്ല ജീവിക്കേണ്ടത്, പുത്രത്വത്തിൻ്റെ ആത്മാവിലാണ് ജീവിക്കേണ്ടത്. ദാസ്യത്വത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദാസനും പുത്രനും തമ്മിലുള്ള വ്യത്യാസം, പ്രത്യേകിച്ച് അത് തന്നെ ഒരു പ്രസംഗമാണ്. ദാസനെ കുറിച്ച് പറയട്ടെ. ദാസനെ കുറിച്ച് പറഞ്ഞാൽ ഈ വാച്ച് നോക്കി തുടങ്ങുന്നവൻ എല്ലാം ദാസന്മാരാണ്. വാച്ച് നോക്കി തുടങ്ങുന്നവനെല്ലാം ദാസന്മാരാ. ദാസനാണെങ്കിൽ, ദാസിയാണെങ്കിൽ അവൻ്റെ നോട്ടം, അവളെ നോട്ടം എപ്പോഴും കയ്യിലായിരിക്കും. ഒരിക്കൽ കൂടെ, നീ ദാസനോ ദാസിയോ ആണെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലേക്ക് മാത്രമേ നീ നോക്കാറുള്ളൂ. ഞാൻ ഈ മയക്കും വെച്ചിട്ട് ഈ ഫ്രണ്ട് റോ മുതൽ ഇപ്പം എവരുടെ ബൈബിള് പരിശോധിച്ചാലുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന 25% ആൾക്കാരുടെ ബൈബിളും മാർജിൻ ഫ്രീയിൽ സാധനം വാങ്ങാൻ ലിസ്റ്റ് എഴുതിയതുപോലെ തമ്പുരാൻ്റെ മുമ്പിൽ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കമോൺ, ആരോ എന്നെ തുറച്ചു നോക്കി, ഞാൻ പോവാ. സ്തോത്രം. അതെ, ലിസ്റ്റ് എഴുതി വെച്ച്
സ്തോത്രം, അത് താ, ഇത് താ, മറ്റത് താ, താ താ, തീ തീ താ എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്തോത്രം അതേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഐ എം നോട്ട് അഗൈൻസ്റ്റ് ഇറ്റ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം മാനിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങൾ നിങ്ങൾ എഴുതി വച്ച് പ്രാർത്ഥിച്ച് കാണും, ദൈവം സ്തോത്രം അതേ അതിന് മറുപടി തന്ന് കാണും. പക്ഷെ ചില പ്രിയപ്പെട്ടവരെ എനിക്കറിയാം, സ്തോത്രം അവരുടെ പ്രത്യേകത, അവൻ പ്രാർത്ഥനയ്ക്ക് വിഷയം തന്നാൽ ഓ ഗ്ലോറി, നല്ല തുള്ളിച്ചാട്ടമാണ്. അവർ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാൽ ഭയങ്കര ഉണർവാണ്. ചിലർ ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കി ഈ ക്രീം നിറത്തിലുള്ള കുറെ കസേര അങ്ങ് പൊട്ടിച്ചാൽ, എനിക്കറിയാം കഴിഞ്ഞ ആഴ്ച തമ്പുരാൻ ഏതാണ്ട് കനിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്തോത്രം പ്രസരിപ്പാണ് ഇവിടെ വെളിപ്പെടുന്നത്. എന്നാൽ വേറെ ചില യഥാർത്ഥ ദൈവമക്കളുണ്ട്, കർത്താവിനെ വാസ്തവമായി സ്നേഹിക്കുന്നവർ, ജെന്യുയിൻലി കർത്താവിനെ സ്നേഹിക്കുന്നവർ. മെഴുക് വിശ്വാസിയല്ല, സ്വർണ്ണ വിശ്വാസി. മെഴുകിൽ അല്ല, സ്വർണ്ണത്തിൽ കിടക്കുന്നവർ. അവർ പറയും, നീ എനിക്ക് പ്രാർത്ഥനാ മറുപടി തന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ അങ്ങേ വിട്ട് ഒരിടവും പോകത്തില്ല. നീ എനിക്ക് വിടുതൽ അയച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ അങ്ങയുടെ പാദത്തിൽ തന്നെ കാണും. നീ എന്നെ മാനിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ അങ്ങയുടെ പൈതലായി ദൈവകൃപയിൽ ജീവിക്കും. കാരണം അവരുടെ നോട്ടം അവൻ്റെ കയ്യിൽ അല്ല, അവരുടെ നോട്ടം അവൻ്റെ കണ്ണുകളിലാണ്. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറ, ദൈവം നിന്റെ ATM അല്ല. പെട്ടെന്ന് പറഞ്ഞോട്ടെ, ദൈവം നിന്റെ ATM അല്ല, ദൈവം നിന്റെ ATM അല്ല. ലെറ്റ് മീ ടെൽ യു പീപ്പിൾ, ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, 80% സോ കോൾഡ് ന്യൂ ജനറേഷൻ, 80% സ്തോത്രം ഇന്ന് കാണുന്നതായ സൺഡേ ക്രിസ്ത്യാനി, 80% സ്തോത്രം സഭയ്ക്കകത്ത് കയറിയിരുന്ന് താ 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 എന്ന് പറയുന്നവരാണ്. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ വിമൻ സെൻ്റർ ഹാളിന് മുകളിൽ കുറേ ശബ്ദം കേൾക്കാം, കാ കാ കാ. കാരണം എല്ലാ കാക്കകളും കൂടണയുകയാണ്. സ്തോത്രം രാവിലെയും വൈകിട്ടും കാക്ക പറയും, കാ കാ കാ. സ്തോത്രം ഞായറാഴ്ച തോറും കുറച്ചെണ്ണം സഭകളിൽ കേരളത്തിൽ കയറിയിരുന്ന് പറയും, താ താ താ. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നീ ദാസനല്ല, നീ ദാസിയല്ല. അവൻ്റെ കയ്യിലേക്കുള്ള നോട്ടം നിർത്ത്. നീ തന്നാലും ശരി, ഇല്ലെങ്കിലും ശരി. ഹല്ലേലൂയ. നീ കെട്ടിയാലും ശരി, ഇല്ലെങ്കിലും ശരി, ലഭിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നീ എൻ്റെ അപ്പനാണ്, ഞാൻ നിന്റെ പൈതലുമാണ്. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ശബ്ദം ഉയർത്തി വന്ന് ദൈവത്തെ സ്തുതിക്കണം. നീ തന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, കിട്ടിയാലും ശരി, ഇല്ലെങ്കിലും ശരി, ഉപയോഗിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, മാനിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഓ നീ എൻ്റെ അപ്പനാണ്, ഞാൻ നിന്റെ പൈതലുമാണ്. ഹല്ലേലൂയ. അങ്ങേ വിട്ടെങ്ങും, അങ്ങേ വിട്ടെങ്കും. അത് പാടാനുള്ളതല്ല, അത് ശുദ്ധ പ്രാക്ടിക്കലാണ്. യേശുവിൻ്റെ നാമത്തിൽ ദാസന്മാർ, അതാണ് 123 സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നത്. ഇന്നും സ്തോത്രം ആദ്യം 1/2 മണിക്കൂർ ഈ മുന്നിലിരിക്കുന്ന കുറച്ചെണ്ണത്തിനെ വിളിച്ച് സ്തോത്രം 2 മിനിറ്റ് വീതം ഈ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചെണ്ണമെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നെ, ദാസന്മാരുടെ യജമാനൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ ഞങ്ങളിതാ അങ്ങടെ. അതെല്ലാം ദാസൻ കാറ്റഗറിയാണ്. ഇന്ന് ദാസനും ദാസിയാകല്ല. സ്തോത്രം, ആ കാലം കഴിഞ്ഞു. അപ്പച്ചൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയോട്ടെ. അടുത്തിരിക്കുന്നവരെ നോക്കി പറ, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക. പറഞ്ഞാട്ടെ, പറമക്കളെ കണ്ണുകളിലേക്ക് നോക്കുക. 2 കരങ്ങൾ ഉയർത്തിയാട്ടെ. ഒരു സെക്കൻഡ് 2 കരങ്ങൾ ഉയർത്തിയാട്ടെ. എന്നിട്ട് കർത്താവിനോട് പറ, യേശുവേ, യേശുപ്പച്ച നീ ഒത്തിരി നല്ലവനാണ്. പറ 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 നീ ഒത്തിരി നല്ലവനാണ്, നീ വലിയവനാണ്, നീ ഉന്നതനാണ്, നീ മനോഹരനാണ്, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. പറയുന്നവരുടെ കരവും ശബ്ദവും ഉയരട്ടെ. ഹല്ലേലൂയ. നീ അടിമയല്ല, വല്ലപ്പോഴും വന്നു പോകുന്ന കൂലിക്കാരനല്ല, സ്ഥിരം കൂലിക്കാരനല്ല, ദാസനുമല്ല, ദാസിയുമല്ല. വീണ്ടും സ്തോത്രം അടുത്ത കാറ്റഗറിയാണ് ബാല്യക്കാർ. എന്താ ബാല്യക്കാരുടെ പ്രത്യേകത? ബാല്യക്കാരെന്ന് പറഞ്ഞാൽ PS, പേഴ്സണൽ സെക്രട്ടറി പോലെയാണ്. സ്തോത്രം യജമാനൻ്റെ ഭവനത്തിലെ പേഴ്സണൽ സെക്രട്ടറി പോലെയാണ് ബാല്യക്കാർ. നിങ്ങൾ കേൾക്കണം, ഏലിയാവിൻ്റെ കാലത്തൊരു ബാല്യക്കാരനുണ്ടായിരുന്നു. സ്തോത്രം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം
എൻ്റെ 4-ാം വാക്യം പറയുന്നു, യഹൂദയ്ക്കുൾപ്പെട്ട ബെർശേബ വരെ ആര് കൂടെ ഉണ്ടായിരുന്നു? ബാല്യക്കാരൻ കൂടെ ഉണ്ടായിരുന്നു. ഹി വാസ് എ കമ്പാനിയൻ ഓഫ് എലൈജ. എലിയാവിൻ്റെ കൂടെ ബാല്യക്കാരൻ ഉണ്ടായിരുന്നു. അത് കൂട്ടായ്മയെ കുറിക്കുന്നു. കേൾക്കണം, ഒരു ബാല്യക്കാരൻ ഒരു യജമാനുണ്ടെങ്കിൽ യജമാനൻ്റെ എല്ലാ ഇംഗിതങ്ങളും ബാല്യക്കാരൻ അറിയാം. ഒരിക്കൽ കൂടെ നിങ്ങൾ സ്വത്രം പറയാത്തതുകൊണ്ട്, യജമാനൻ്റെ എല്ലാ ഇംഗിതങ്ങളും ആർക്കറിയാം? ദാസിദാസൻ അറിയത്തില്ല, കൂലിക്കാരൻ അറിയത്തില്ല, പുറത്ത് കിടക്കുന്ന നാട്ടുകാരൻ അറിയത്തില്ല. ആർക്കറിയാം? ബാല്യക്കാരനറിയാം. ബാല്യക്കാരൻ യജമാനൻ്റെ അടുക്കൽ നിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? ഞാൻ സുജിത്തിൻ്റെ ബാല്യക്കാരനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുജിത്തിന് എന്താ വേണ്ടിയത് എന്ന് സ്തോത്രം എനിക്കറിയാം. അവന് കാപ്പിയല്ല വേണ്ടിയത്, അവന് പഞ്ചസാര കുറച്ചതായ സ്തോത്രം ലൈറ്റ് കട്ടൻ ചായയാണ് വേണ്ടിയത് എന്ന് അവനറിയത്തില്ല. സ്തോത്രം എനിക്കറിയാം. ഏത് ടൈപ്പ് ഫുഡാണ് അവന് വേണ്ടിയത്, ഏത് ടൈപ്പ് ക്ലോത്ത്സ് ആണ് അവന് വേണ്ടിയത്. തിങ്കളാഴ്ച അവൻ എന്താണ് ധരിക്കുന്നത്, ചൊവ്വാഴ്ച അവൻ്റെ ആക്ടിവിറ്റി എന്താണ്, ബുധനാഴ്ച അവൻ്റെ പ്രോഗ്രാം എന്താണ്, വ്യാഴാഴ്ച അവൻ്റെ സ്തോത്രം അതേ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് വളരെ കറക്റ്റായി ആർക്കറിയാം? സ്തോത്രം ബാല്യക്കാർക്കറിയാം. എന്നാൽ മാത്രമേ ഈ യജമാനന് വ്യക്തമായി ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലെറ്റ് മീ ടെൽ യു പ്രൊഫറ്റിക്കലി, നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ കരിയറിൽ, പ്രൊഫഷനിൽ, മിനിസ്ട്രിയിൽ, കേൾക്കണം, നിങ്ങൾ ആരാണെങ്കിലും ഇറ്റ്സ് എ ഡിവൈൻ പ്രൊവിഷൻ. ഇറ്റ്സ് എ ഡിവൈൻ പ്രൊവിഷൻ. കേൾക്കണം, ഇറ്റ്സ് എ ഡിവൈൻ പ്രൊവിഷൻ. ദൈവത്തിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്ന പുറത്ത് കിടക്കുന്ന AC കാറും ചെന്ന് കയറുന്ന വലിയ വീടും മാത്രമല്ല ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളത്തെ തണുപ്പിപ്പാൻ എൻജിൻ ചൂടാകുന്നത് പോലെ മനസ്സ് ചൂടാകുമ്പോൾ കൂളൻ്റ് പോലെ. കൂളൻ്റ് എന്ന വാക്ക് കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാടെ. കൂളൻ്റ് എയർ കണ്ടീഷൻ്റെ കാര്യമല്ല പറയുന്നത്. സ്തോത്ര കൂളൻ്റ് വന്നെന്ന് പറഞ്ഞാൽ അത് എൻജിനെ തണുപ്പിക്കുന്ന ഒരു ഓയിൽ പോലെ നിന്റെ മനസ്സിനെ തണുപ്പിക്കുന്ന, നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം മനസ്സിലാക്കുന്ന, നിന്റെ ഇംഗിതം ഇന്നെന്ന് മനസ്സിലാക്കുന്ന ബാല്യക്കാർ. ദാറ്റ് ഈസ് വെരി മച്ച് നീഡഡ്. ആ ബാല്യക്കാരനില്ലെങ്കിൽ എന്ത് ചെയ്യും? എത്ര തീ ഇറക്കുന്ന ഏരിയാവാണെങ്കിലും, എത്ര രഥത്തിന് മുൻപായി നീ ഓടുന്നവനെങ്കിലും, എത്ര വിശ്വാസ വീരനെങ്കിലും, എത്ര ധൈര്യത്തിന്റെ പ്രതീകമെങ്കിലും, ഒരു ബാല്യക്കാരനില്ലെങ്കിൽ വല്ല മുള്ളിൻ്റെ ഇടയിൽ നീ ചെന്ന് കയറി നീ ഇങ്ങനെ പറയും, now it is enough, God take up my life quickly. So you need a ബാല്യക്കാർ. നിങ്ങൾക്ക് ബാല്യക്കാർ വേണം. പക്ഷേ ഞാൻ വളരെ ക്ലിയറായി ഈ പുസ്തകത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് പറയട്ടെ, ബാല്യക്കാർ ഒരിക്കലും നിനക്ക് പാരയാകത്തില്ല. ബാല്യക്കാർ നിങ്ങൾക്ക് ഒരിക്കലും ഇത്തിൽ കണ്ണി ആകത്തില്ല. നിന്റെ നന്മകളെ മാത്രം ചൂഷണം ചെയ്ത് നിന്റെ കയ്യും കാലും കെട്ടി നിന്നെ അടിമയാക്കുന്നതല്ല ബാല്യക്കാർ. നിന്നെ കെട്ടിയിടുന്നതല്ല ബാല്യക്കാർ. മടിയിൽ നിന്നെ ഉറക്കി നിന്റെ ശക്തിയുടെ രഹസ്യമാകുന്നതായ നിന്റെ ജഡയെ, നിന്റെ നാസീർ വ്രതത്തെ, നിന്റെ അഭിഷേകത്തെ തകർത്ത് കളയുന്നതല്ല ബാല്യക്കാർ. 40 കിലോമീറ്റർ ഓടുന്ന നിന്നെ 80 കിലോമീറ്റർ ഓടുവാൻ സഹായിക്കുന്നതാണ് സ്തോത്രം യഥാർത്ഥ ബാല്യക്കാർ. അടിമകൾ വീട്ടിന് പുറത്തേ കിടക്കത്തുള്ളൂ. ദാസിദാസന്മാർ അതുവഴി കറങ്ങി നടക്കത്തേ ഉള്ളൂ. അടിമകൾക്ക് കൂലി സ്തോത്രം ഇല്ല, പക്ഷേ കൂലിക്കാർക്ക് കൂലിയുണ്ട്. ദാസിദാസന്മാർക്ക് കൂലിയുണ്ട്, ആഹാരമുണ്ട്, കിടപ്പാടമുണ്ട്. ഒരിക്കലും കൂടെ സ്തോത്രം. അതെ, പവർ പോയിന്റ് ഉണ്ടായിരുന്നു, ഇട്ട് പഠിപ്പിക്കാൻ ഭയങ്കര രസമായത്. സ്തോത്രം. കൂലിക്കാർക്ക് കിടപ്പാടമില്ല, ആഹാരം മാത്രമേ ഉള്ളൂ, കൂലിയില്ല. കൂലിക്കാർക്ക് ആഹാരമുണ്ട്, കിടപ്പാടമുണ്ട്. പക്ഷേ ദാസിദാസന്മാർക്ക് സ്തോത്രം ആഹാരമുണ്ട്, കൂലിയുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്. പക്ഷെ ബാല്യക്കാർ അങ്ങനെയല്ല. ബാല്യക്കാർ ആ വലിയ കൊട്ടാര സദൃശമായ യജമാനന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. വളരെ അപൂർവമായി മാത്രമേ ഇറങ്ങത്തുള്ളൂ. കൂലിക്കാർ അപൂർവമായി അകത്ത് കയറുന്നത് പോലെ ബാല്യക്കാർ അപൂർവമായി പുറത്തിറങ്ങത്തുള്ളൂ. യജമാനന്റെ സ്തോത്രം സകല ഇംഗിതങ്ങളും മനസ്സിലാക്കി ഓടി നടക്കുന്നവരാണ് ബാല്യക്കാർ. യജമാനന് സ്തോത്രം ടവൽ ആവശ്യമുണ്ടോ? യജമാനൻ്റെ ഫ്രൂട്ട്സ് ആവശ്യമുണ്ടോ? എന്താണ് യജമാനൻ്റെ ആവശ്യമെന്ന് മനസ്സിലാക്കി കൂടെ നടക്കുന്നവരാണ് ബാല്യക്കാർ. ഇന്ന് പകൽക്കാലം നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മുന്നേറിയേ പറ്റത്തുള്ളൂ. അടുത്തിരിക്കുന്ന മൂന്ന് പേരെ തൊട്ട് പറയണം, നമ്മൾ മുന്നോട്ട് പോകണം. പെട്ടെന്ന് പറഞ്ഞാട്ടെ, മുന്നോട്ട് പോകണം. നമ്മൾ മുന്നോട്ട് പോകണം. നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ കൂലിക്കാരല്ല, നിങ്ങൾ ദാസിദാസന്മാരല്ല. കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയാട്ടെ. വീണ്ടും അടുത്ത സ്റ്റേജ് നോക്കുമ്പോൾ ബാല്യക്കാരെ കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് സ്തോത്രം. അടിമകള്, വന്നു പോകുന്ന കൂലിക്കാര്, അവിടെ പാർക്കുന്ന കൂലിക്കാര്, ദാസിദാസന്മാര്, ബാല്യക്കാര്. ആറാമതായി എനിക്ക് പറയാനുള്ളത് സ്തോത്രം കാര്യസ്ഥന്മാര്.
അല്ലെങ്കിൽ കാര്യവിചാരകന്മാർ, കാര്യസ്ഥന്മാർ, കാര്യവിചാരകന്മാർ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കാര്യവിചാരകർ. അയ്യോ, ഇംഗ്ലീഷ് മീഡിയം, പ്രൈസ് ദി ലോർഡ്. കാര്യവിചാരകർ പറഞ്ഞാട്ടെ. കാശി അല്ലാതെ കാര്യവട്ടമെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. They are supposed to call as the managers of the house, takers. സ്തോത്രം. അവരാണ് ആ ഭവനത്തിൻ്റെ സകല കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നത്. ആ വീടിൻ്റെ സകല കാര്യങ്ങളും സ്തോത്രം നോക്കുന്നത് കാര്യവിചാരകരാണ്. ദൈവസഭയിൽ കാര്യവിചാരകരുണ്ട്. കർത്താവിൻ്റെ സഭയിൽ കാര്യവിചാരകരുണ്ട്. ഞാൻ ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഓഫീസ്, ശുശ്രൂഷ, പല കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അവരെന്നെ വിളിക്കത്തോലുമില്ല. ചിലപ്പോൾ സ്തോത്രം, മാൻ നീർത്തോടുകളിലേക്ക് കാക്ഷിക്കാൻ കാത്തിരിക്കുന്ന പോലെ കർത്താവെ ആരേലും എന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കും. ഒരുത്തരും വിളിക്കത്തില്ല. കാര്യം എന്ത്? സ്തോത്രം. എന്താ വിളിക്കാത്ത? താങ്ക് യു, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ, സ്തോത്രം എന്ന് വിചാരിച്ച് ഇനി തന്നെ ഇനി വിളിച്ചിട്ട് തന്നെ കാര്യം. ഒരു ദിവസം 48 മിസ് കോൾ. അയ്യോ ദയവായി എൻ്റെ കുഞ്ഞെ, എൻ്റെ ഫോണിനത് താങ്ങാൻ ഒരു കപ്പാസിറ്റി ഇല്ല. സ്തോത്രം. അതെ, അതിനർത്ഥം എന്ന് വിചാരിച്ചു ഇവിടെ സിസ്റ്റം കൊളാപ്സ് എന്നല്ല. ദൈവത്തിൻ്റെ കൃപയാൽ ഇത് നടത്തുവാൻ കാര്യവിചാരകരുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാവരും നോക്കി പറയട്ടെ, എനിക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ നടക്കുന്ന ദാസനാകല്ലേ. ദൈവസഭയിലെ പലതും ഏറ്റെടുത്ത് ചെയ്യുവാൻ നിന്റെ കരം ഈ ദിവസങ്ങളിൽ ബലപ്പെടണം. ബാ ഇട നിന്നെയല്ലേ വിളിച്ചേ? സ്തോത്രം. അടുത്തിരിക്കുന്നവർ ഹൈ ഫൈ കൊടുത്തിട്ട് പറ, സ്തോത്രം. ഉത്തരവാദിത്വത്തിൻ്റെ കരങ്ങൾ. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഉത്തരവാദിത്വത്തിൻ്റെ കരങ്ങൾ, ഉത്തരവാദിത്വത്തിൻ്റെ കരങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ ഉത്തരവാദിത്വത്തിൻ്റെ കരങ്ങൾ. ശ്രദ്ധിക്ക്, ഇന്ന് ദൈവം നിനക്ക് തരുന്നത് ചെറുതായിരിക്കാം. അയ്യോ സ്തോത്രം, തമ്പുരാൻ എനിക്ക് വലുത് തന്നില്ല, അല്ലെങ്കിൽ അങ്കിൾ എനിക്ക് വലുത് തന്നില്ല, എനിക്ക് ചെറുതായിപ്പോയി. കുഞ്ഞെ, അത് നിന്റെ നാസറേത്താ. അത് നിന്റെ 12 മുതൽ നിന്റെ 30 വരെയുള്ള നാസറേത്താണ്. കംപ്ലൈന്റ് ചെയ്യാതെ, പ്ലീസ് മർമർ ചെയ്യാതെ. സ്തോത്രം. ഞാൻ പുസ്തകം എടുത്ത് പറയട്ടെ, നിന്റെ 12 മുതൽ നിന്റെ 30 വരെയുള്ള 18 വർഷത്തെ ഹിഡൻ നാസറേത്താണ്. ആ 12 മുതൽ 18 വരെയുള്ള നാസറേത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, അങ്ങനെ ആരും കണ്ടില്ല. പിതാവായി ദൈവം എല്ലാം കണ്ട്. അതുകൊണ്ട് അവൻ ചെയ്യേണ്ടത് വളരെ നന്നായി തന്നെ ചെയ്തു. നിനക്ക് കിട്ടുന്നത് ഹീഡനായിരിക്കാം, നിനക്ക് കിട്ടുന്നത് അല്പമായിരിക്കാം, പക്ഷെ അത് വല്ലോർക്കും വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യല്ലേ. കത്തോലിക്കത്തിയായ സ്തോത്രം, അതെ, കത്തോലിക്ക സഭയിൽപ്പെട്ട സ്തോത്രമാരാ മദർ തെരേസ പോലും പറഞ്ഞു, അഴുക്കിലും തീട്ടത്തിലും കിടക്കുന്ന കൊച്ചിനെ ഞാൻ എടുക്കുമ്പോൾ ആ കുഞ്ഞിൽ ഞാൻ കാണുന്നത് യേശുവിൻ്റെ മുഖത്തെയാണ് ഞാൻ കാണുന്നത്. കമോൺ, വലുതാകട്ടെ ചെറുതാകട്ടെ, നിനക്ക് പുത്തിരി കണ്ട ആദ്യം കിട്ടത്തില്ല, നിനക്ക് വലിയ പ്ലാറ്റ്ഫോം കിട്ടത്തില്ല. നീ മനസ്സിലാക്കണം, സ്തോത്രം, ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ ദിവസം ദൈവകൃപയിൽ ഏതെങ്കിലും ദൈവദാസൻ നിൽക്കുമ്പോ സ്വന്തം ജീവൻ ഒഴികെ സകലതും വില കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. നിനക്ക് കിട്ടത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. കയറി വരണം. ദൈവത്തിന്റെ സഭയിൽ ലിഫ്റ്റില്ല മക്കളെ. ദൈവത്തിന്റെ സഭയിൽ ഏണി ചാരി വെച്ച് പെട്ടെന്ന് സ്തോത്രം കയറി വരാൻ പറ്റത്തില്ല. വില കൊടുത്താൽ മാത്രമേ നിനക്ക് സ്തോത്രം ആ പുതപ്പ് കിട്ടത്തുള്ളൂ. ഗിൽഗാദിൽ നിന്ന് ബേഥേലിലേക്ക്, അവിടെ നിന്ന് യെരിഹോവിലേക്ക്, പിന്നെ അവസാനം യോർദാനിലേക്ക്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, പുസ്തകം വായിച്ചാലല്ലേ അറിയത്തുള്ളൂ. ഗിൽഗാദിൽ നിന്ന് ബേഥേലിലേക്ക്, അവിടെ നിന്ന് യെരിഹോവിലേക്ക്, യെരിഹോവിൽ നിന്ന് യോർദാനിലേക്ക്. സ്തോത്രം. അല്ലാതെ ഒന്നിൽ മാത്രമല്ല, തുടരുകയാണ്. ഇവിടെ പാർത്തോ എലിശ, ഇല്ല ഞാൻ മുന്നോട്ട് പോകും. ഇവിടെ പാർത്തോ എലിശ, ഞാൻ മുന്നോട്ട് പോകും. അവൻ പറയും, നോ, എനിക്ക് പാരമ്പര്യത്തിൽ ഞാൻ സെറ്റിൽ ചെയ്യത്തില്ല, എക്സ്പീരിയൻസ് ഞാൻ സെറ്റിൽ ചെയ്യത്തില്ല. എന്റെ മുൻപിൽ മാറണ യോർദാൻ ഒഴുകുകയാണ്. മരിച്ചാലും സാരമില്ല, തമ്പുരാൻ എന്നെ അഭിഷേകം ചെയ്യണം. മരിച്ചാലും സാരമില്ല, ഐ നീഡ് ദാറ്റ് മാന്റിൽ. ഈ ഹാളിൽ ആരോ ഈ ഉണർവിന്റെ തലമുറയിൽ പ്രാർത്ഥിക്കുന്നു. രക്തസാക്ഷിയായാലും സാരമില്ല, എനിക്ക് ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകം വേണം.
So there is no shortcut. ചില സന്ദർഭങ്ങളിൽ തമ്പുരാൻ നിന്നെ സ്തോത്രം ഇരുത്താറുണ്ട് നിന്റെ ക്വാളിറ്റി തെളിയിപ്പാൻ. QC, ക്വാളിറ്റി ചെക്ക്. ക്വാളിറ്റി ചെക്ക്. ദൈവസന്നിധിയിൽ സുപ്രീം ഗ്ലോറിയിൽ എത്തിയ എല്ലാവരും, സ്പിരിച്വൽ ഡെസ്റ്റിനിയിൽ ആത്മീയ ലക്ഷ്യത്തിലെത്തിയ എല്ലാവരും QC പാസ്സായവരാണ്, ക്വാളിറ്റി ചെക്ക് പാസ്സായവരാണ്. യോസേഫേ, എടാ യോസേഫേ, നീ മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയായല്ലോ. നിന്റെ സഹോദരന്മാരെല്ലാവരും എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതിനർത്ഥം ആടും മാടും മേയിച്ച് നടക്കുമ്പോൾ നീ മാത്രം പ്രധാനമന്ത്രിയായല്ലോടാ. അതെന്താ കാര്യം? അതെ, ആ പൊത്തിഫറയുടെ വീട്ടിൽ വെച്ച് എനിക്ക് നല്ലൊരു QC ഉണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു ക്വാളിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. പൊത്തിഫറയുടെ വീട്ടിൽ വെച്ച് എനിക്ക് നല്ലൊരു എന്തുണ്ടായിരുന്നു? എനിക്ക് ക്വാളിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. സ്തോത്രം. പണത്തിൻ്റെ കാര്യത്തിലും QC ഉണ്ടായിരുന്നു, ജഡത്തിൻ്റെ കാര്യത്തിലും QC ഉണ്ടായിരുന്നു. പണത്തിൻ്റെ കാര്യത്തിൽ QC ഉണ്ടായിരുന്നു, ജഡത്തിൻ്റെ കാര്യത്തിൽ കമോൺ, ആരും എന്നെ തുറിച്ചു നോക്കി, വേറെ ഒന്നും ഇല്ലയോ ഒന്ന്, ഇതേ എനിക്കെന്ന് പറയാനുള്ളൂ. അത് പണത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു, ജഡത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. ആ വീടിൻ്റെ 2 താക്കോൽ, ആ വീടിൻ്റെ അലമാരയുടെ ആ സ്റ്റോർ ഹൗസിൻ്റെ താക്കോൽ, അടുക്കളയുടെ അപ്പുറത്തുള്ള പൊത്തിഫറയുടെ 2 ചാക്ക് പിണ്ണാക്കും അരിയിരിക്കുന്നതായ സ്റ്റോർ ഹൗസ് ഉണ്ടല്ലോ, ആ സ്റ്റോർ ഹൗസിൻ്റെ അലമാരയുടെയും 2 താക്കോലും കൊണ്ട് യോസഫ് വിശ്വസ്തയോടെ നടന്നു. ആ ചെറിയ താക്കോലിൽ അവൻ വിശ്വസ്തനായതുകൊണ്ട്, ആ ചെറിയ താക്കോലിൽ അവൻ വിശ്വസ്തനായതുകൊണ്ട്, ആ ചെറിയ താക്കോലിൽ അവൻ വിശ്വസ്തനായതുകൊണ്ട് രാജ്യത്തിൻ്റെ വലിയ താക്കോലിൽ അവൻ വിചാരകനായി തീർന്നു. ദൈവം നിനക്ക് തരുന്നതായ ചെറുതിൽ വിശ്വസ്തനായിരിക്കെ, അപ്പോൾ തമ്പുരാൻ നിനക്ക് വലുത് തരും. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവിക ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ പലരും വിശ്വസ്തരല്ല. നോ, പലരും വിശ്വസ്തരല്ല. സെക്കൻഡ് സർവീസിന് പറഞ്ഞ് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. സ്തോത്രം. പലരും ദൈവസഭയിൽ ഇടർച്ചകളാണ്. ദൈവത്തിന്റെ മക്കൾ അപ്പനെ കാണാൻ വേണ്ടി വരുമ്പോൾ ഈ കാര്യവിചാരകർ, സൂപ്പർവൈസേഴ്സ്, സ്തോത്രം, അവർ പറയും നോ, നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ എന്തെങ്കിലും ദൂതുണ്ടെങ്കിൽ അപ്പനിൽ നിന്ന് പ്രാപിച്ച് നിനക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാം. ഒരിക്കൽ കൂടെ സ്തോത്രം. ദൈവമക്കൾ അപ്പൻ്റെ അടുക്കലേക്ക് അടുക്കാൻ വേണ്ടി വരുമ്പോൾ നോ, ഇവിടെ നിന്നാൽ മതി, അപ്പൻ എന്തെങ്കിലും ദൂതുണ്ടെങ്കിൽ, അപ്പൻ എന്തെങ്കിലും ദൂത് പറയുമെങ്കിൽ ഞാൻ വെളിപ്പാടുകാരൻ, ഞാൻ വെളിപ്പാടുകാരി, ഞാൻ പ്രവാചകൻ, ഞാൻ പ്രവാചകി, ഞാൻ കണ്ടു, ഞാൻ ആടുന്നത് കണ്ടു, ഓടുന്നത് കണ്ടു, കടവാവൽ പോലെ പറക്കുന്നത് കണ്ടു, അതുകൊണ്ട് നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ മാത്രം സ്തോത്രം അകത്ത് പോയി അതേ പ്രാപിച്ചിട്ട് അപ്പൻ എന്തെങ്കിലും പറയുമെങ്കിൽ പുറത്ത് വന്ന് നിന്നോട് പറയാം എന്ന് പറഞ്ഞാൽ, എനിക്കിന്ന് പകൽ ആ കാര്യവിചാരകന്മാരോട് പറയാനുള്ളത്, മാറി നിൽക്കടോ, ഞാൻ അവൻ്റെ മകനാണ്. അപ്പൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയട്ടെ. പ്രവാചകന്മാരെ കൊല്ലാനല്ല ഞാൻ പറഞ്ഞത്, പ്രവാചകന്മാരെ വെടിവെക്കാനല്ല ഞാൻ പറഞ്ഞത്, ഞാനും പ്രവചിക്കുന്നവനാ. പക്ഷേ സ്തോത്രം, അതെ, നിന്നോട് എൻ്റെ ദൈവത്തിന് വല്ലതും പറയാനുണ്ടെങ്കിൽ അങ്ങ് കഴക്കൂട്ടത്തിനപ്പുറത്തുള്ള നാട്ടുകാരോടല്ല തമ്പുരാൻ പറയുന്നത്. ചില സമയത്ത് നിന്റെ ഫോണിൽ കോൾ വരും, അപ്പൊ നീ എടുക്കും, ഹലോ, സിസ്റ്ററേ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കാണിച്ചു, ഇങ്ങ് ബാ, എൻ്റെ വീട്ടിൽ വന്നാ പറഞ്ഞു തരാം, എൻ്റെ വീട്ടിൽ വന്നാ പറഞ്ഞു തരാം. ദൈവം അറിയാത്ത അർദ്ധരാത്രി പ്രവചനക്കാർ, സ്തോത്രം, ഇന്ന് വൈകിട്ട് കേൾക്കട്ടെ, ദൈവസഭയ്ക്ക് നീ ഒരു ശാപമാണ്. നീ സ്നേഹിക്കുന്നവരുടെ ശമ്പളത്തിൻ്റെ പേഴ്സാണ്. പക്ഷേ സ്വന്തം ജീവൻ ഒഴികെ ബാക്കി എല്ലാം നഷ്ടപ്പെട്ട ദൈവദാസനാകുന്ന എനിക്ക് പറവാൻ കഴിയുന്നത് തകർന്ന ഹൃദയങ്ങളെയാണ് ഞാൻ നോക്കുന്നത്, അവൻ്റെ പേഴ്സല്ല ഞാൻ നോക്കുന്നത്. ദൈവമക്കളെ, വളരെ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, തകർന്നതിനെ കുറച്ചെണ്ണത്തിന്, ആർക്കും വേണ്ടാത്ത കുറച്ചെണ്ണത്തിന് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് എനിക്കിതാ, സ്തോത്രം, ഉടഞ്ഞിരിക്കുന്നതിന് എനിക്കിതാ, നസ്രയത്തിലെ ആശാരി പണിയുന്നത് ഞാൻ കാണിച്ചു തരാം.
ദൈവസഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് വെളിപ്പാടിന്റെ പ്രവചനത്തിന്റെ പേര് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള നിന്റെ തുള്ളിച്ചാട്ടമാണ്. എന്താ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഒരു ജ്വലനം? അത് ശമ്പള ഡേറ്റിന് മാത്രമേ ജ്വലിക്കത്തുള്ളൂ. Come on, talk to me. ആരാണ്ട് എന്നോട് എന്നെ തുറിച്ചു നോക്കി വയ്ക്കുന്നു, ആ ജയ്പൂരിൽ നിന്ന് വന്ന വണ്ടി പഞ്ചറായില്ലല്ലോ എന്നർത്ഥത്തിൽ ആരാണ്ട് എന്നെ തുറിച്ചു നോക്കുന്നു. ദേഷ്യമുള്ള എല്ലാവരും ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഓ, തേർഡ് സർവീസ് എല്ലാം പഠിച്ചു പോയി. എക്സ്പീരിയൻസ് പീപ്പിൾ. എവിടെ കൈയടിക്കണം, എവിടെ കൈയടി നിർത്തണം, എവിടെ എഴുന്നേൽക്കണം, എപ്പോൾ കൈപൊക്കണം, എപ്പോൾ കണ്ണടയ്ക്കണം. 10-11 വർഷമായില്ലയോ ഇവരെ കണ്ടിട്ടാണ് മറ്റേ പാട്ടുകാരൻ പാട്ടെഴുതിയത്. ഇതുപോലൊരു കണ്ടോ, വേറെ ഏത് പാട്ട് മറന്നാലും ആ പാട്ട് മറക്കത്തില്ല. Let me tell you, കാര്യവിചാരകന്മാരല്ല, അപ്പോസ്തലന്മാരല്ല, ഞാൻ എന്നെ പോലുള്ള ദൈവദാസന്മാരല്ല നിന്റെ ആത്മീയ തോത് അളക്കേണ്ടത്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന we are the bridge. ഒരു പാലമായി നിൽക്കാനേ പറ്റത്തുള്ളൂ, ദൈവവചനം പറയാനേ പറ്റത്തുള്ളൂ. അപ്പന്റെ അടുക്കൽ കയറി പോകേണ്ടത് നീയാണ്, ആലോചന കേൾക്കേണ്ടത് നീയാണ്, അവന്റെ ശബ്ദം കേൾക്കേണ്ടത് നീയാണ്, ക്രിസ്തുവിൽ വളരേണ്ടത് നീയാണ്. ക്രൈസ്തന്റെ പാസ്റ്ററിൽ വളരാൻ നിൽക്കല്ലേ, നീ ബോൺസായി ആയി പോവും. പാസ്റ്ററിൽ വളർന്നാൽ നീ ബോൺസായി ആയി പോവും. യേശുവിന്റെ നാമത്തിൽ ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ ഒറ്റയാണ് ബോൺസായി അല്ല, സകലതും ദേവദാരുക്കൾ അത്രേ. ലബാനോനിലെ ദേവദാരുക്കൾ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ആയിരങ്ങൾക്ക് നീ ബെനിഫിറ്റ് ആണ്, അല്ല ഒരു വെളിപ്പാടുകാരനിലും ഒരു പ്രവചനത്തിലും നീ ഒതുങ്ങിപ്പോകല്ല. നീ വളരേണ്ടത് ക്രിസ്തുവിൻ്റെ തണലിലാണ് കുഞ്ഞെ, ദൈവദാസന്മാരുടെ തണലിലല്ല. പിളർന്നോരു പാറയേ നിന്നിൽ ഞാൻ മാറയട്ടെ. മറക്കല്ല, അവനിൽ മറഞ്ഞിരിക്കണം. ലോകം കാണണ്ട, മനുഷ്യർ കാണണ്ട, അവനിൽ മറഞ്ഞിരിക്കണം. തലതിരുന്ന ചിലത് നിന്റെ വീട്ടിലോ തമ്പുരാൻ അനുവദിച്ച് എന്തെന്നറിയോ, മഹത്വത്തിൽ നീ എത്തുവാൻ നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയാ. ആ മുള്ളുകളെ ഓടിക്കല്ലേ, ആ മുള്ളുകൾ വേണ്ടെന്ന് പറയല്ലേ. ആ മുള്ളിന്റെ കൊത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കിട്ടുമ്പോ മഹത്വത്തിലേക്ക് മുന്നേറണം, മഹത്വത്തിലേക്ക് മുന്നേറണം, മുട്ടുമേ നിന്ന് മുന്നേറണം, മുട്ടുമേ നിന്ന് അന്യഭാഷ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് മുന്നേറണം. എന്നിട്ട് ഈ തലമുറയിൽ തെളിയിക്കണം, ഞാൻ അടിമയല്ല, ഞാൻ കൂലിക്കാരനല്ല, ഞാൻ ദാസനല്ല, ഞാൻ ബാല്യക്കാരനല്ല, ഞാൻ കാര്യവിചാരകനല്ല. ഓഫ് കോഴ്സ് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എൻ്റെ തോളിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ തോളിൽ കീമോതെറാപ്പി അല്ല, എൻ്റെ തോളിൽ അതെ സ്തോത്രം ക്യാൻസർ അല്ല, എൻ്റെ തോളിൽ ആക്സിഡൻ്റ് അല്ല, എൻ്റെ തോളിൽ ഭൂതമല്ല, എൻ്റെ തോളിൽ തമ്പുരാൻ്റെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഞാൻ കാര്യവിചാരകൻ മാത്രമല്ല. നമ്പർ 7, I am the son of God. I am the son of God. അമേരിക്കയിലും കാനഡയിലും ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഡെക്കേഡിൽ പാടിയതായ ഒരു പാട്ടാണ് I am the friend of God. I am the friend of God. മതാമന്മാരും സ്തോത്രം അവൻ്റെ കാലിലുള്ളതായ ഷൂസ് ഊരിക്കളഞ്ഞിട്ട് അതേ കുതിച്ച് ചാടിപ്പാടി I am the friend of God. അടുത്ത സുരേഷ് ബാബു പ്രസംഗിക്കാൻ കയറിയപ്പോൾ സുന്ദരമായത് വെട്ടിയിട്ട് പറഞ്ഞു, നീ ഫ്രണ്ട് ആയിരിക്കും, പക്ഷെ ഞാൻ അവൻ്റെ സണ്ണാണ്. I am the son of God. അപ്പൊ സ്നേഹിതരില്ലയോ? സ്നേഹിതരുണ്ട്. യജമാനന്റെ ചുറ്റും സ്നേഹിതരുണ്ട്. റിയലി അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. ഉൽപ്പത്തി 41:8, യാക്കോബ് 2:23, Abraham was the friend of God.
And Exodus chapter 33 verse 11, the Bible says, oh, God was talking to Moses like a one friend was talking to someone else, mouth to mouth. മുഖാമുഖമായി ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവം മോശയോട് സംസാരിച്ചു. നാട്ടുകാർ കേൾക്കാൻ കഴിയാത്തത്, കൂലിക്കാർ കേൾക്കാത്തത്, ദാസന്മാർ കേൾക്കാത്തത്. ആർക്കോ ഒരു വാൾ തരുന്നു, ആർക്കോ ഒരു വാൾ തരുന്നു. കമാൺ, വായു തുറന്ന് ഒരു നിമിഷം ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്ക്. കരങ്ങളെ അടിച്ച് അന്യഭാഷ പറ. ചിലതിന് വെട്ടി തകർക്കാൻ, ചിലതിന് വെട്ടി അറബിക്കടലിൽ ഓടിപ്പാൻ ഒരു വാളിന്റെ ട്രാൻസ്ഫർ. Take it in Jesus' name. സൊദോം ഗൊമോറ നശിക്കാൻ പോവാ. നാട്ടുകാരും കേട്ടില്ല, പക്ഷെ ഒരുത്തൻ മാത്രം കേട്ടു. അബ്രഹാം മാത്രം കേട്ടു. യജമാനന് ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ഈ പട്ടണത്തിൽ മനോരമയ്ക്കും മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിന് കേൾക്കാൻ കഴിയാത്തത്. തമ്പുരാൻ നിന്നെ കേൾപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. കയറി വാ. ആ വീട്ടിൻ്റെ പുറത്ത് കഥ കയറി വാ. ആ വീടിൻ്റെ പുറത്ത് ദാസൻ ദാസി എന്ന് പറഞ്ഞ ലോ ഗ്രേഡിൽ നിൽക്കാതെ കയറി വാ. സെക്കൻഡ് സ്ലീപ്പറിൽ ഇരിക്കാതെ സെക്കൻഡ് എസിയിലേക്ക് കയറി വാ. നിന്റെ ചെവികൾ തുറക്കട്ടെ, ഈ ജനത്തിൻ്റെ ചെവികൾ തുറക്കട്ടെ. ദൈവശബ്ദം കേൾക്കാൻ ഈ ജനത്തിൻ്റെ ചെവികൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ദൈവിക വെളിപ്പാടുകൾ കാണുവാൻ ഈ ജനത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. യവദാ തുറന്നു വരിക. ജീസസിനെ ചുറ്റും സ്നേഹിതന്മാരുണ്ട്, അടിമകളുണ്ട്, വന്നു പോകുന്ന കൂലിക്കാരുണ്ട്, ആ ക്യാമ്പസിൽ താമസിക്കുന്ന കൂലിക്കാരുണ്ട്, ദാസന്മാരുണ്ട്, പിന്നെ ബാല്യക്കാരുണ്ട്, കാര്യവിചാരകന്മാരുണ്ട്. ആ യജമാനെ കണ്ടപ്പോൾ അവരെ ചുറ്റും ഇരിക്കുന്ന സ്നേഹിതന്മാരുമുണ്ട്. പക്ഷെ സ്നേഹിതന്മാരുമായിട്ട് സീരിയസ് ആയി സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഒരു കൊച്ചോടി വരിക, പാപ്പാ. അപ്പം സംസാരിച്ചിട്ടിരിക്കുന്ന ഭയങ്കര സീരിയസ് ഇഷ്യൂയാ. പക്ഷേ ആ കൊച്ച് പാപ്പാ എന്ന് പറഞ്ഞ് ഓടി വന്നപ്പം നാശം, ഇടർച്ച, കല്ല്, തടങ്കൽ, പാറ, മാറിപ്പോ എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ എന്നെ വാരിയെടുത്ത് മടിയിലിരുത്തി സ്നേഹിതന്മാരോട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, എൻ്റെ കുഞ്ഞിന് ഏതാണ്ട് എന്നോട് മൊഴിയാനുണ്ട്. ഇന്ന് ഞായറാഴ്ച ഓസ്ട്രേലിയ മുതൽ അമേരിക്ക വരെ സഭകൾ ആരാധനയായിരുന്നു. ലക്ഷക്കണക്കിന് പാസ്റ്റർമാർ പ്രസംഗിച്ചു, കോടിക്കണക്കിന് വിശ്വാസികൾ കേട്ടു. എല്ലാവരും പാസ്റ്റർ ശബ്ദം കേട്ടുപോയി. പക്ഷെ ഇന്ന് തമ്പുരാൻ നിന്നെ നോക്കി പറയുന്നു, മക്കളെ, നിൻ്റെ ശബ്ദം, നിനക്കെന്തേലും എന്നോട് പറയാനുണ്ടോ? നിനക്കെന്തേലും എന്നോട് പറയാനുണ്ടോ? നിനക്ക് ആരോടും പറയാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറയാനുണ്ടോ? നിൻ്റെ മക്കളെക്കുറിച്ച്, നിൻ്റെ ഭാവിയെക്കുറിച്ച്, നിൻ്റെ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച്, നിൻ്റെ സഭയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? Come on, talk to him. Talk to him. പിതാവിൻ്റെ ചെവി നിങ്ങളിലേക്ക് ചായുന്നു. ബാക്കിയുള്ള എല്ലാം മാറ്റി വെച്ചിട്ട് അവൻ നിന്നിലേക്ക് ചെവി ചായ്ക്കുന്നവനാണ്. കരങ്ങൾ ഉയർത്തി പറയാം, നീ എൻ്റെ അപ്പനാണ്. പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി പറ, നീ എൻ്റെ അപ്പനാണ്. ഇവിടെ ഇരിക്കുന്ന ചിലർ പറയും, എനിക്ക് നല്ലൊരു പാപ്പയുണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു ഡാഡി ഉണ്ടായിരുന്നു, പക്ഷെ പോയി. ഈ കസേര ഒഴിഞ്ഞു കിടക്കുന്ന പോലെ ആംഗിളെ അല്ലെങ്കിൽ ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് അപ്പൻ ഇട്ടിട്ട് പോയ ശൂന്യത വലുതാണ്. പക്ഷെ ഇന്ന് ഈ ഉച്ചയ്ക്ക് മനുഷ്യനിട്ടിട്ട് പോയ ശൂന്യത തമ്പുരാൻ നിറയ്ക്കുമാറാകട്ടെ. നിറയ്ക്കട്ടെ, നിറയ്ക്കട്ടെ.
സമയം പോയി, 10 മിനിറ്റ് അത് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഈ ദൂത് വേസ്റ്റാ. അപ്പം മക്കളുണ്ട്. നമ്പർ 7, മക്കളുണ്ട്. ചുറ്റും ഇരിക്കുന്ന 3 പേരെ തൊട്ട് പറഞ്ഞ് ഞാൻ അവൻ്റെ മകനാണ്, മകളാണ്. പെട്ടെന്ന് മൂത്ത് നോക്കി പറഞ്ഞേ, ഞാൻ അവൻ്റെ മകളാണ്, മകനാണ്. സൺഷിപ്പിനെ കുറിച്ച് പറയാൻ ഒരു പ്രസംഗം എനിക്ക് വേണം. സ്തോത്രം. ഞാൻ വീണ്ടും മുന്നോട്ട് പോട്ടെ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പക്ഷേ സ്തോത്രം, അതെ, ഈ മകനെക്കുറിച്ച് പറഞ്ഞ സംഭവം തീർന്നെന്ന് ഞാനും ഇങ്ങനെ വിചാരിച്ച. കഴിഞ്ഞ ബുധനാഴ്ച വരെ ഞാൻ വിചാരിച്ചത് ഈ 7 പോയിൻ്റേ ഉള്ളൂ. പക്ഷെ വ്യാഴാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, മക്കളെ 8ാമത് ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. 8ാമത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഏതാണെന്നറിയോ? പ്രിയ മക്കൾ. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, പ്രിയ മക്കൾ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, പ്രിയ മക്കൾ. എന്താ മക്കളും പ്രിയ മക്കളും തമ്മിലുള്ള വ്യത്യാസം? അപ്പനും അമ്മയും പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കും, അല്ലേ? അപ്പനും അമ്മയും പറയുമ്പോൾ ഞാൻ അനുസരിക്കുക എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. അപ്പനും അമ്മയും പറഞ്ഞാൽ ഞാൻ അനുസരിക്കുക എന്ന് പറയുന്നവർ കൈ ഉയർത്ത്. ചെയ്യത്തില്ലയോ? ഇല്ലെങ്കിൽ ഞാൻ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിർത്തി ചോദിക്കും. അപ്പനും അമ്മയും പറയുമ്പോൾ ഞാൻ ചെയ്യുമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തും. പക്ഷെ മക്കൾ അപ്പനും മമ്മി പറയുമ്പോൾ അനുസരിക്കും. ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അടുത്ത BBSന് മുട്ടായി മേടിച്ചു തരാം അനുസരിക്കുന്നതിന്, നോ ഡൗട്ട്. പക്ഷേ പ്രിയ മക്കളുടെ പ്രത്യേകത, അപ്പനും അമ്മയും പറയുന്നെങ്കിൽ ചെയ്യാം എന്നല്ല പറയുന്നത്. അപ്പൻ്റെ ഇംഗിതമെന്ത്, അമ്മയുടെ ആഗ്രഹമെന്ത് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അപ്പൻ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മുൻകൂട്ടി മനസ്സിലാക്കി ഇന്നേ ചെയ്യുന്നവനാണ് പ്രിയപുത്രൻ, പ്രിയപുത്രി, പ്രിയ മകൻ. വേറെ ആരും ചെയ്യുന്നതിന് മുൻപേ ചിലർ ചെയ്യാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തീരുമാനിക്കുകയാണ്. അനുസരണത്തിന്റെ കാര്യത്തിൽ, വിധേയത്വത്തിന്റെ കാര്യത്തിൽ സ്തോത്രം, ചിലരെല്ലാം വോളണ്ടിയറായി മുൻകൂട്ടി ഇറങ്ങിയാണ്. ചിലപ്പോൾ റിസ്ക് ആയിരിക്കും, ബ്ലൂ വാട്ടറാണ്, നിലയില്ലാത്ത വെള്ളമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങേക്ക് വേണ്ടി ഇറങ്ങുകയാണ് അപ്പച്ച. ഇറങ്ങിയപ്പോ ആ വെള്ളത്തിൽ ഇറങ്ങിയപ്പോ യോഹന്നാൻ പറഞ്ഞു, നോ 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 നോ, ആദ്യം നീ എന്നെ സ്നാനപ്പെടുത്ത്, ആദ്യം നീ എന്നെ സ്നാനപ്പെടുത്ത്. പക്ഷെ പുത്രൻ പറഞ്ഞു നോ 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 നോ. He forbid him and told him that now it is better to obey the righteousness of God. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ് എന്ന് പുത്രൻ പറഞ്ഞു. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോ പുത്രൻ എന്നല്ല പിതാവ് വിളിച്ചത്, ഈവൻ എന്റെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എഴുന്നേറ്റില്ല, കേട്ടത് മതി. In Jesus' name, in Jesus' name. മനുഷ്യൻ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? I won't care. ലോകം എന്നെ കുറിച്ച് പറയുന്നു, I won't care. പറ, ഞാൻ നിന്റെ കാര്യമാണ് പറഞ്ഞേ. ക്ലാസ് എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ടീച്ചർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? കോവർക്കേഴ്സ് എന്നെ കുറിച്ച് എന്ത് പറയുന്നു? റിലേറ്റീവ്സ് എന്നെ കുറിച്ച് എന്ത് പറയുന്നു? I won't care. But today in the name of Jesus, സ്വർഗം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ മുന്നിൽ ഇറങ്ങിയാണ്. നീ പറഞ്ഞിട്ടല്ല ഞാൻ പലതും ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. നീ പറയാതെ തന്നെ നിന്റെ ഹൃദയം ഇന്നതെന്ന് മനസ്സിലാക്കി, അങ്ങയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഇന്നതെന്ന് മനസ്സിലാക്കി, ഞാനൊരു കോമൺ ബിലീവറായിട്ടല്ല, ഞാനൊരു കോമൺ ദൈവദാസനായിട്ടല്ല, ഞാനൊരു കോമൺ ദൈവ പൈതലായിട്ടല്ല. ഐ വാണ്ട് ടു ബി അൺകോമൺ ഇൻ ദിസ് ജനറേഷൻ. സിംഹാസനത്തിലിരിക്കുന്ന അപ്പച്ചൻ വോളണ്ടിയറായി ചെയ്യുന്നതായ കുഞ്ഞിനെ നോക്കി പറയും,
നീ എൻ്റെ ചെല്ലം അല്ലേ, നീ എൻ്റെ ചെല്ലം അല്ലേ, ട്രിവാൻഡ്രം ലാംഗ്വേജാ ഞാൻ പറഞ്ഞേ, അല്ലെങ്കിൽ നീ എൻ്റെ മുത്തല്ലേ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നീ എൻ്റെ പൊന്നല്ലേ എന്ന് പറയുന്ന പോലെ, നീ എൻ്റെ പ്രിയപുത്രൻ. കമോൺ, നിങ്ങൾക്കത് കഴിയും. ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും. ഈ ഒരാഴ്ച എൻ്റെ ഹൃദയത്തെ നോക്കി കർത്താവ് പറഞ്ഞത് ഇതാണ്: എൻ്റെ ജനത്തെ ഞാൻ ഈ ദിവസങ്ങളിൽ പ്രത്യക്ഷമായി മാനിക്കുവാൻ വേണ്ടി പോകുകയാണ്. പ്രത്യക്ഷമായി മാനിക്കാൻ പോകുന്നു. പ്രത്യക്ഷമായി യോർദാന്റെ കരയിൽ പ്രത്യക്ഷമായിട്ട് അവൻ പറഞ്ഞ്, അല്ലാതെ രഹസ്യത്തിൽ ബെഡ്റൂമിൽ അല്ല പറഞ്ഞത്. നീ രഹസ്യത്തിൽ കേൾക്കുമായിരിക്കും, നീ രഹസ്യത്തിൽ ദൈവശബ്ദം കേട്ട് കാണും, കൺഗ്രാറ്റുലേഷൻ, നല്ലത്. പക്ഷെ ഇന്ന് പകൽ പ്രിയ മകനെ, പ്രിയ മക്കളെ, ഈ തലസ്ഥാന നഗരിയിലും നീ എവിടെ കാല് വെക്കുന്നോ അവിടെ പ്രത്യക്ഷമായി എൻ്റെ ദൈവം, നീ പ്രിയ മകനെന്ന്, പ്രിയ മകളെന്ന് സ്വർഗത്തിലെ ദൈവം മാനിക്കാൻ പോവാ. എത്ര പേർ കരമുയർത്തി പറയുന്ന അതേ കർത്താവേ, 10 മിനിറ്റ് പ്രാർത്ഥിക്കാം. കം ടു ദ ഫ്രണ്ട് റൈറ്റ് നൗ. കരങ്ങൾ ഉയർത്തി പാടുമോ? ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവരും ചേർത്തോ? ഞാൻ സമർപ്പിക്കുന്നു. ലിഫ്റ്റ് ഇറ്റ് അപ്പ്. ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ നിന്റെ മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയം. പാടിക്കേ. എൻ്റെ ഹൃദയം നിന്റെ മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി. നീ മാത്രം മതി, നീ മാത്രം മതി യേശുവേ, നീ മാത്രം മതി എനിക്ക്. സ്വർഗം കേൾക്കട്ടെ. നീ മാത്രം മതി യേശു, മാത്രം മതി യേശു, മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. പരിപാടി യഹോവയീരേ ദാതാവാ. Lift it up. Yehovah Rapha, സൗഖ്യദായകൻ, തൻ അടിപ്പിനരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമേൻ ആവശ്യങ്ങൾ. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമേൻ ആവശ്യങ്ങൾ. രണ്ട് കരങ്ങൾ ഉയർത്തി. യേശു മാത്രം, യേശു മാത്രം, യേശുവേ, യേശു മാത്രം. പ്രിയ മക്കൾ പാടിക്കേ. യേശു മാത്രം മതി. പ്രിയ മക്കൾ ശബ്ദമുയരട്ടെ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ. യേശു മാത്രം മതി, യേശു യേശു മാത്രം മതി എനിക്ക്. രണ്ട് കരങ്ങൾ നന്നായി ഉയർന്നി തന്നെ ഇരിക്കട്ടെ. ഈ ഞായറാഴ്ച പ്രസംഗം കേട്ട്
ഒത്തിരി പേർ മടങ്ങിപ്പോയി. പക്ഷേ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കണ്ടേച്ച് പോകാൻ അല്ല, സിംഹാസനത്തിൽ അവനോട് കൂടെ അവൻ്റെ മടിയിലിരിപ്പാൻ പ്രിയ മക്കൾക്ക് അവൻ ഭാഗ്യം തന്നിരിക്കുന്നു. ഈ മുള്ളുകളുടെ നടുവിലും തമ്പുരാനെ തേടുന്ന ഒരു കൂട്ടം ജനം. ആഹാ, ഈ മുള്ളുകളുടെ നടുവിലും അപ്പൻ്റെ തിരുമുഖം തേടുന്ന ഒരു കൂട്ടം ജനം. ഈ വ്യഥകളുടെ നടുവിലും തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനം. കരങ്ങളെ ഉയർത്തി ടോക്ക് ടു ഹിം. വെള്ളങ്ങളിൽ നടക്കുകയാണ്. റിസ്ക് എന്നാണ് പലരും പറയുന്നത്, വേണ്ടെന്നാ ലോകം പറയുന്നത്, ആവശ്യമില്ലെന്നാ ലോകം പറയുന്നത്, എടുത്തു ചാട്ടമെന്നാ ലോകം പറയുന്നത്. എന്നാൽ കർത്താവ് പറയുന്ന ആവേശമല്ല മക്കളെ, പരവേശമല്ല, എടുത്തു ചാട്ടമല്ല, അൺകോമണായ ചിലത്, അൺകോമണായ ചിലത്, അൺകോമണായ ചിലത്, അൺകോമണായ ശബ്ദം, അൺകോമണായ അഭിഷേകം, അൺകോമണായ ടെസ്റ്റിമണി, അൺകോമണായ ചില ശുശ്രൂഷ നിലവാരങ്ങൾ. കമോൺ കമോൺ കമോൺ, വിശ്വസിക്കുന്നവരുടെ മേൽ receive. Uncommon, touch them now. I release that mantle over these people. വായ് തുറന്ന് വായ് തുറന്ന് വായ് തുറന്ന് വായ് തുറന്ന് വായ് തുറന്ന് അടുക്കുക അടുക്കുക, അപ്പച്ചനോട് അടുക്കുക, അപ്പച്ചനോട് അടുക്കുക, അടുക്കുക, അന്യഭാഷ പറഞ്ഞ് അടുക്കുക, പുതിയ ഭാഷ പറഞ്ഞ് അടുക്കുക, ആരാധിച്ച് അടുക്കുക. Yes, 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 yes. Fill them. Fill that boy. Fill that girl. Fill that boy. Fill that girl. Glory. Glory. നിർബന്ധമായി കണ്ണടച്ച് കേൾക്കണേ. അഗ്നി അശ്വങ്ങൾ, അഗ്നി രഥങ്ങൾ ഇറങ്ങിയപ്പോൾ പിതാവ് സൈലൻ്റ് ആയിരുന്നു. എലീശായുടെ മേൽ പുതപ്പ് വന്നപ്പോൾ പിതാവ് സൈലൻ്റ് ആയിരുന്നു. ദാസന്മാർ അവൻ്റെ ശബ്ദം കേട്ടില്ല. എന്നാൽ ശബ്ദം കേട്ടത് പുത്രനല്ല, പ്രിയ പുത്രനാണ്. കേക്ക് കേക്ക് കേക്ക്. ശാന്തമായി രണ്ട് കരങ്ങളെ ഉയർത്തിക്കുക. ഇന്ന് പകൽ എൻ്റെ നിലവിളി, ലജ്ജ കൂടാതെ ഞാൻ പറയട്ടെ, എൻ്റെ നിലവിളി, എൻ്റെ നിലവിളി അല്ല, ഐ എം സോറി, നമ്മുടെ നിലവിളി
നമ്മുടെ നിലവിളി സംതിങ് അൺയൂഷ്വൽ, സംതിങ് അൺകോമൺ. വരുന്ന മാർച്ച് 2-ാം ആഴ്ച വരെയും ഈ വേവ് തുടരാൻ പോവുകയാണ്. I don't know where he is going to take this congregation. ഇന്റർനാഷണൽ പ്രോഗ്രാംസ് പോലും ക്യാൻസൽ ചെയ്ത് ഈ നദിയിൽ ഞാൻ പങ്കുചേരുകയാണ്. പലതും ഈ സ്റ്റോർ ഹൗസിൽ അപ്പച്ചനെ നിറയ്ക്കാനുണ്ട്. നിൻ്റെ വീട് ചെറുതായിരിക്കാം, കാറ് കാണത്തില്ല, പല ഞെരുക്കങ്ങളുണ്ടായിരിക്കും. പക്ഷേ ആ 2 കരങ്ങൾ സ്വന്തം ചുമലിൽ വെച്ചാട്ടെ. 2 കരങ്ങൾ ചുമലിൽ, 2 കരങ്ങളെ, യെസ് ഫാദർ ഇൻ ജീസസ് നെയിം. ഇത് ഉത്തരവാദിത്വത്തിൻ്റെ ചുമലുകളാണ്. യോശുവ തലമുറയിൽ പെട്ടകം ചുമന്നവർ യോർദാൻ വിഭാഗിച്ച വാഗ്ദത്തത്തിൽ കാലുവെച്ചതുപോലെ ഇന്ത്യൻ സഭ 2000 വർഷമായി കേട്ടതായ വാഗ്ദത്തത്തിൽ കാലുവെക്കുന്ന തലമുറ. നിന്റെ ജനത്തെ നിറച്ചാട്ടെ, അനുഗ്രഹമാക്കിയാട്ടെ. മകനെന്നല്ല മകളെന്നല്ല, പ്രിയ മക്കളായി തീരട്ടെ. I am a child of God. 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 I'm no longer a slave to fear. I am a child of God. I'm no longer a slave to fear. I am a child of God. പിതാവേ, ഈ സന്ധ്യയ്ക്കായി നന്ദി. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചയക്കുന്നു. തേജസ്സിൽ ഒരാഴ്ച മുഴുവൻ പൊതിഞ്ഞാട്ടെ. താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ. നിന്റെ കോട്ടകളും കുത്തനങ്ങളും സമാധാനമെന്ന് 122-ാം സങ്കീർത്തനം പറയുന്ന സമാധാനം ദേശത്തിൽ എല്ലായിടത്തും വാഴട്ടെ. അങ്ങയുടെ മക്കളായി മാത്രമല്ല, അങ്ങയുടെ പ്രിയ മക്കളായി നിന്റെ കുഞ്ഞുങ്ങൾ നിൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച ദൈവിക ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന തൃത്വത്തിൽ 3-മനായ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വിലയേറിയ സംസർഗവും കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നുമെന്നും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.